നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് KR മോഹൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ച ചില പ്രശ്നങ്ങളാണ്. അതായത് വീണ ജോർജിനെ ഇട്ട് അലക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. വീണ ജോർജിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിലാണ് കണ്ടത്. സാർ ഇന്നലത്തെ ചർച്ച കണ്ടിരുന്നല്ലോ. സാർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുമോ? ആദ്യം പറയാം, ഈ നാഡീ ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു കലാപരിപാടിയുണ്ട്. അതിൻ്റെ ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞ എവിടെയാണെന്ന് ചോദിച്ചത് ദിലീപിൻ്റെയൊക്കെ തന്നെ സിനിമയുണ്ട്. നാഡീ ജ്യോതിഷക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ മുൻജന്മത്തിൽ ആരായിരുന്നു എന്നും പരസ്പര ബന്ധം എന്തായിരുന്നു ഇത്തരം കാര്യങ്ങൾ പറയും. പിണറായി വിജയൻ പോയി ഒരു നാഡീ ജ്യോതിഷക്കാരനെ കണ്ടു കഴിഞ്ഞാൽ, കൊള്ളാവുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ്റെ മുൻജന്മ ശത്രുവായിരുന്നു വീണ ജോർജ് എന്ന് ഉറപ്പ് പറയും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ സംഭവിക്കാം. കാരണം അവർ ചെയ്ത എല്ലാ പണികളും നല്ലതും ചീത്തയും, നല്ലതെന്ന് പിണറായി വിജയൻ വരെ വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിൽ പിണറായി വിജയന് പാരയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം പിണറായി വിജയനെ അറിയുന്നില്ല. പിണറായി വിജയന് ഇങ്ങനെ ചെവിയും മൂക്കും കാതും എല്ലാം അടച്ചു പിടിച്ച് കുറേ ആൾക്കാർ കൊണ്ടുനടക്കുകയാണ്. ഈ കണ്ണ് കെട്ടി കൊണ്ടു നടക്കുന്ന കുതിരയുടെ കൂട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയന് ഇത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ ജോർജ് സ്തുതി പാടുമ്പോൾ ഞങ്ങൾക്ക് ക്യാപ്റ്റനുണ്ട്, ആ ക്യാപ്റ്റൻ കപ്പൽ മുങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ അങ്ങ് പുകഴ്ത്തി പാടുമ്പോൾ അത് കപ്പലിനൊരു ക്യാപ്റ്റനുണ്ട് വീണ ജോർജ് പുകഴ്ത്തി പാടുമ്പോൾ അതിൽ അഭിരമിച്ച് സന്തോഷിക്കുന്ന കൃതാർത്ഥനാകുന്ന പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. കാരണഭൂതനാണെന്ന് പറയുമ്പോൾ അപ്പോഴും പിണറായി വിജയൻ സ്വയം കൈയടിക്കും. ആരും കൈയടിച്ചിരിക്കും, സ്വയം കൈയടിക്കും. ആ രീതിയിലേക്ക് പിണറായി വിജയനെ മാറ്റിയെടുത്തതിലെ പ്രധാന പങ്കുകാരിൽ ഒരാൾ, ഒരുപക്ഷെ ബ്രിട്ടാസിനേക്കാൾ ഒരുപടി മുമ്പിൽ തന്നെ കൂട്ടാം, ശ്രീമതി വീണ ജോർജ് ആണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും.